ഒരിക്കൽ കുറച്ച് പേര് കൂടി ഒരു സഹോദരനെ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരികയുണ്ടായി. അവൻ മദ്യപാനിയാണ്. എൻ്റെ അടുക്കൽ വരുമ്പോഴും അദ്ദേഹം കുടിച്ചിട്ടുണ്ട്. പക്ഷേ മദ്യം ഉപേക്ഷിക്കുവാൻ അവന് താല്പര്യമില്ല. എന്നാൽ അവനെ സ്നേഹിക്കുന്ന ആളുകൾക്കെല്ലാം ഇവൻ മദ്യം നിർത്തണമെന്നും ഒരു പുതിയ വ്യക്തിയായി ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ആ സഹോദരൻ എൻ്റെ അടുക്കൽ വരുവാനിടയായി. നിർബന്ധത്തിന് വഴങ്ങിയാണ് വന്നത്. അതുകൊണ്ട് അവന് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷം അവനോട് ചോദിച്ചു, എന്തെങ്കിലും പറയുവാനുണ്ടോ? അവൻ പറഞ്ഞു, ഒന്നുമില്ല. ഞാൻ ആലോചിച്ചു, ഇവനോട് എന്താ പറയേണ്ടത്? ഏതായാലും ഇവൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരെല്ലാം ഇവൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിച്ചു കളയാം എന്ന് വിചാരിച്ച് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില അവയവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ ആയുസ് അതോടുകൂടി ചുരുങ്ങും. ഇങ്ങനെ മദ്യം മൂലമുണ്ടാകുന്ന ശാരീരികമായ തകരാറുകളെക്കുറിച്ച് ഞാൻ അല്പമൊന്ന് ആ സഹോദരൻ മുന്നിൽ വിവരിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പുള്ളിക്കാരൻ ഒരല്പം സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനീ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി. പക്ഷെ അച്ഛനൊരു കാര്യം ഓർക്കണം, ഞാൻ എങ്ങനെയാണ് ചാകേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നോട് മദ്യം കഴിച്ചാൽ അവയവങ്ങളൊക്കെ കേടുവരുമെന്നും ആയുസ് കുറയുമെന്ന് പറഞ്ഞാൽ പിന്നെ സന്തോഷമല്ലാതെ പിന്നെ എന്താ ഉണ്ടാകുക? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പയ്യെ പ്ലേറ്റ് ഒന്ന് മാറ്റി, ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ മദ്യം കഴിക്കുന്ന കാരണം നിൻ്റെ ഭാര്യയും കുട്ടികളും വളരെയധികം വേദനിക്കുകയാണ്. അവർക്ക് വളരെ ദുഃഖമുണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അവർ ദുഃഖിക്കണം, അവർ വേദനിക്കണം, അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടും പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ മേശപ്പുറത്തിരുന്ന ബൈബിൾ എടുത്ത് ഞാനൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായമാണ്. അത് സമരിയാക്കാരി സ്ത്രീയുടെ സംഭവമാണ്. ഈ സമരിയാക്കാരി സ്ത്രീയുമായിട്ട് ഇവിടെ എന്ത് ബന്ധം? അപ്പം ഞാനിങ്ങനെ ഒന്ന് ഓർത്തു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത വന്നു, ഈ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ എന്താ പറഞ്ഞത്? അത് ആണ് ഇവരോട് പറയേണ്ടത് എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ പുസ്തകം എടുത്ത് ഒന്നും കൂടി നോക്കി. ഇവളോട് യേശു എന്താണ് പറഞ്ഞത്? 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച വിജാതീയ ഈ സ്ത്രീയോട് യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമുക്കൊക്കെ അറിയാം, ആരാധന, ലിറ്റർജി, ഈ വിഷയമൊക്കെ സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത് ഒരു മതത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾക്കാണ്. പുരോഹിതരാകാൻ പോകുന്ന ആളുകൾ, അവർക്കൊക്കെയാണ് ആരാധനയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുക. അത് ഏത് മതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ യേശു ഒരു വിജാതീയ സ്ത്രീ, 5 ഭർത്താക്കന്മാരോട് ജീവിച്ചവൾ, മേൽവിലാസം നഷ്ടപ്പെട്ട് കഴിയുന്നൊരു സ്ത്രീ, അവളോട് യേശു പ്രസംഗിച്ചത്, യേശു സംസാരിച്ചത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ യേശു അവളോട് ദൈവാരാധനയെക്കുറിച്ച് സംസാരിച്ചു. അതിന് റിസൾട്ട് എന്തായിരുന്നു? അവളൊരു പുത്തൻ വ്യക്തിയായി മാറി. എത്ര വലിയൊരു മാനസാന്തരവും സൗഖ്യവുമാണ് വാസ്തവത്തിൽ അവൾക്ക് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മനുഷ്യരെ ഭയപ്പെട്ട് കഴിഞ്ഞ ഈ സ്ത്രീക്ക് പബ്ലിക്കിന് മുമ്പിലേക്ക് തന്നെ കടന്നു ചെല്ലുവാനും മഹത്തായ സുവിശേഷ വില ചെയ്യുവാനും അവളുടെ ജീവിതത്തിനൊരു പ്രത്യേകമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുവാനും എല്ലാം ഇത് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്.
ഒരിക്കലും ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് നിൽക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ കേൾക്കണം, എനിക്ക് കുറേയേറെ കാര്യങ്ങൾ അച്ഛനോട് പറയുവാനുണ്ട്. അവൻ വീണ്ടും വീണ്ടും വരെ നിർബന്ധിക്കാൻ തുടങ്ങി. വളരെ കൂടുതലായിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ സഹോദരനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ മുറിയിലേക്ക് പോയി. ഇരിക്കാൻ സൗകര്യം കൊടുത്തു, ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തി. അതിനുശേഷം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിനക്കെന്താ പറയാനുള്ളത്, നീ പറഞ്ഞുകൊള്ളുക. ഇത്രയും പറഞ്ഞു. അവനൊന്നും മിണ്ടുന്നില്ല. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു, 4 മിനിറ്റ് കഴിഞ്ഞു. അവനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നീ തരക്കേടില്ലല്ലോ, നിനക്ക് ഏറെ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് നീ മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ നീ മിണ്ടുന്നില്ല. അപ്പോൾ നിനക്ക് പറയാനായിട്ടൊന്നും ഇല്ലേ? അപ്പം അവൻ പറഞ്ഞു, പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഞാൻ വിഷമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല, ഇപ്പം എൻ്റെ രോഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അതുകൊണ്ട് 1 മാസം പറയാനായിട്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴൊന്നും പറഞ്ഞാൽ തീരുകയില്ല. പിന്നെ എങ്ങനെ അതിൽ തുടങ്ങുന്നത്? എൻ്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതുകൊണ്ട് പറയാനായിട്ട് ഒരു 4-5 ആഴ്ച പറയാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് തുടങ്ങിയാൽ ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ കുടുംബത്തിലെ പ്രശ്നത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭാര്യ പിണങ്ങിപ്പോയിരിക്കുക, അത് തന്നെ പറയാനുണ്ട്. 1 വർഷം തന്നെ പറഞ്ഞാൽ തീരുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ തുടങ്ങിയാലും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എന്ന് ആ സഹോദരൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളുടെ അവസ്ഥാവിശേഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിതം നവീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങും? വലിയ ആഗ്രഹമാണ് നമ്മുടെ ജീവിതമൊക്കെ നവീകരിക്കണമെന്നുള്ള കാര്യം. എന്നാൽ പിന്നെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എന്നാൽ ഈ തിന്മയെ കൂടെ ഉപേക്ഷിച്ച് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോകുന്ന ലക്ഷണമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി കുടുംബത്തിലൊരു സമാധാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതമൊക്കെ നേരെയാക്കി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർ സഹകരിക്കണ്ടേ? അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നറിയാൻ പാടില്ലാതെയാണ് പലരും വിഷമിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുട്ടികളുണ്ട്, അവരൊന്നും പഠിക്കാതെ ഇങ്ങനെ നടക്കും. പരീക്ഷ വരാറായി കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ആവേശം, പഠിക്കണമെന്നൊരാഗ്രഹം. ഇപ്പോൾ കണക്ക് പുസ്തകം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അയ്യോ, ഇത് തൊട്ടാൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അതിൽ തുടങ്ങാൻ പറ്റിയില്ല. എന്നാൽ ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വെച്ചു. അയ്യോ, ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇതൊന്നും പല ക്ലാസ്സിലും പോയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് തുടങ്ങുന്നത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാ പുസ്തകവും മേശപ്പുറത്ത് വെച്ചിട്ട് ഒന്നിലും തുടങ്ങാൻ പറ്റാതെ അവിടെ ഇട്ടിട്ട് പോകുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? വലിയൊരു ചോദ്യമാണിത്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു യജമാനൻ വേലക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, എടാ, ഇന്ന് പാപ്പാൻ വന്നിട്ടില്ല, അതുകൊണ്ട് നീ ഈ ആനയെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് വരിക. അങ്ങനെ വേലക്കാരൻ ആനയും കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ വേലക്കാരനെയും കാണുന്നില്ല, ആനയും കാണുന്നില്ല. അപ്പോൾ യജമാനൻ വളരെയധികം അസ്വസ്ഥനായി വേലക്കാരനെ അന്വേഷിച്ചു ചെന്നു കഴിഞ്ഞപ്പോൾ ആനയെ കുളിപ്പിക്കേണ്ട പുഴയുടെ തീരത്ത് നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കുളിപ്പിന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ യജമാനൻ ചോദിച്ചു, നീ ഇതുവരെ ആനയെ കുളിപ്പിച്ചില്ലേ? അവൻ പറഞ്ഞു, ഇല്ല. അതെന്താ? അല്ല, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നീ ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കേണ്ടത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നവീകരണത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയും. മനുഷ്യൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. ദൈവം നമുക്ക് ഈ ലോക ജീവിതം തന്നിരിക്കുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനുമായിട്ടാണ്.
ദൈവം നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് മുഴുവനും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തോത്രം നൽകുക. ഇതാണ് നമ്മുടെ പരമപ്രധാനമായ ദൗത്യം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും, രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, നിനക്ക് ദീർഘായുസ് ലഭിക്കും, വന്ധ്യത ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ പുറപ്പാട് 23-25 വായിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇവരാണ് കുഞ്ഞാടിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രത്തെ കഴുകി വെളുപ്പിച്ചവർ. ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് 14-ാം വാക്യം. 15-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുകയാണ്: അതുകൊണ്ട്, എന്തുകൊണ്ട്? ഇവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ, അതുകൊണ്ട് 1, സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിന് കൂടാരത്തിൽ അവർക്ക് അഭയം നൽകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതാ ഇവിടെ പറയാൻ പോകുകയാണ്. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിന് കൂടാരത്തിൽ അവിടുത്തെ ആരാധിക്കുന്നവർക്ക് അഭയം നൽകുന്നു. 2, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. 3, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. 4, സിംഹാസനത്തിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. 5, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവം പറഞ്ഞു വച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക, ഇതാണ് നമ്മുടെ പരമപ്രധാനമായ മഹത്തായ വിളി. സഹോദരങ്ങളെ, ദൈവം മോശയോടെ ഇങ്ങനെ പറഞ്ഞു: നീ ചെന്ന് ഫറവോൻ രാജാവിനോട് പറയുക, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന്. തുടർന്ന് മോശ ഫറവോൻ രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനത്തെ വിട്ടയക്കുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്: ദൈവം എന്തിനാണ് ഈ ജനതയെ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചത്? ദൈവം എന്തിനാണ് അവർക്കായി ഒരു പുതിയ ദേശത്തെ, കാനാൻ ദേശത്തെ നൽകിയത്? ദൈവം എന്തിനാണ് അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി കാനാൻ ദേശത്തേക്ക് നയിച്ചത്? ഒരേ ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് നൽകുന്ന ആയുസ് തന്നെയും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതിനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്നത് നമ്മുടെ പരമമായ വിളിയാണ്. സഹോദരങ്ങളെ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്.
പൗലോസും സീലാസും കൈകാലികളാൽ ബന്ധിക്കപ്പെട്ട് ഇതാ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൻ്റെ വാതിൽ ഭദ്രമായി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ജയിലിൻ്റെ വാതിക്കൽ ഒരു കാവൽക്കാരൻ, പാറാവുകാരൻ വാളുമായി കാവൽ നിൽക്കുകയാണ്. പൗലോസിനും സീലാസിനും ഈ ജയിലിൽ നിന്നും പുറത്തു വരണം. എന്താണ് മാർഗം? കയ്യിൽ കിടക്കുന്ന ചങ്ങല പൊട്ടിച്ച് വെളിയിൽ വരാമെന്ന് അവർ ചിന്തിച്ചാൽ ഈ ചങ്ങല ഇരുമ്പ് ചങ്ങലയാണ്, അടുത്ത കാലത്തൊന്നും പൊട്ടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ തടവറയുടെ ഭിത്തി ചവിട്ടിപ്പൊളിക്കാമെന്ന് വിചാരിച്ചാലോ അത് കരിങ്കൽ ഭിത്തിയാണ്, ചവിട്ടിയാൽ കാല് പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെ നിന്നും തുടങ്ങാൻ പറ്റുകയില്ല. എന്നാൽ പിന്നെ ഈ തടവറയുടെ വാതിൽ ഏതൊരു വിധത്തിൽ ഒന്ന് പൊളിക്കാൻ നോക്കിയാലോ ഇരുമ്പ് വാതിലാണ്, നടക്കുന്ന കാര്യമേ അല്ല. എന്നാൽ പിന്നെ ഈ ജയിലിലെ വാതിൽക്ക് നിൽക്കുന്ന കാവൽക്കാരനെ, പാറാവുകാരനെ ഒന്ന് ഭയപ്പെടുത്തിയാലോ അവരെ നേരെ നേരെ നോക്കുമ്പോൾ പേടി വരും. നല്ല പൊക്കവും തടിയുള്ളവൻ, തരയല്ല, കയ്യിൽ വാളുമുണ്ട്. പിന്നെ ഇവരെ എവിടെ നിന്ന് തുടങ്ങും? ഒരിടത്തുനിന്നും തുടങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവർ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്ന എത്രയോ പേർ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എന്നാൽ പൗലോസും സീലാസും ഇതാ നമ്മോട് പറയുന്നു എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന്. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരംഭിച്ചു. അവരാ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ദൈവത്തിന് ശക്തി ഇറങ്ങി വന്നു. ആ സാഹചര്യങ്ങളെ മുഴുവനും മാറ്റിമറിച്ചു. ചങ്ങലകൾ പൊട്ടി, ജയിലറ കുലുങ്ങി. ആ പാറാവുകാരൻ്റെ ഹൃദയത്തിൽ പോലും വലിയ ഒരു മാറ്റം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? പലപ്പോഴും ദൈവാരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല ചിത്രങ്ങളും പൊങ്ങി വരും. ആരാധന ഉപയോഗിക്കേണ്ട പാട്ട് ഏതാണ്, എത്ര തിരിയാണ് കത്തിച്ച് വയ്ക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരും. നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒരു കാര്യം നമ്മൾ ആചരിക്കുക. പലപ്പോഴും നമ്മളിപ്പോൾ കേട്ട ഈ സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരായിത്തീരുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന വഴിയാണ് അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലായി ഉള്ളത് കുറച്ച് അപേക്ഷകൾ മാത്രമാണ്. അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും നൽകുന്ന ഒന്നുകൂടിയാണ്. കുട്ടികൾ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ അപേക്ഷ വയ്ക്കുന്നു, ജനം ഗവൺമെൻറ് മുമ്പിൽ അപേക്ഷ വയ്ക്കുന്നു, വേലക്കാരൻ യജമാനു മുമ്പിൽ അപേക്ഷ വയ്ക്കുന്നു. അപേക്ഷ ആർക്കും കൊടുക്കാവുന്ന ഒന്നാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ആരാധന. അങ്ങനെ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഈ ആരാധന നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഉയർത്താറുണ്ടോ? നമ്മൾ അപേക്ഷകൾ ഉയർത്താറുണ്ട്, അത് എല്ലാവർക്കും കൊടുക്കുന്ന ഒന്നാണ്. പക്ഷെ ദൈവത്തിന് മാത്രം നൽകണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതായ, ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന ആരാധന നമ്മൾ ദൈവത്തിന് നൽകുന്നുണ്ടോ? നമ്മുടെ കർത്താവായ ഈശോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാലിത്തൊഴുത്തിൽ പിറന്നു. പൂജരാജാക്കന്മാരും ആട്ടിടയന്മാരും ഒക്കെ ആ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവിടുത്തെ ആരാധിച്ചു, അവിടുത്തെ സ്തുതിച്ചു. കാരണം അവിടെ പിറന്നത് ദൈവമാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്
ദൈവത്തിന് കൊടുക്കേണ്ടതായ ആരാധന അവർ നൽകിയത്. അവർ കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അവരുടെ കൈവശമുണ്ടായിരുന്നതെല്ലാം കർത്താവിൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവം മോശയോട് പറഞ്ഞത്, നീ എന്ന് ഫറവോൻ രാജാവിനോട് പറയണം, ദൈവത്തെ ആരാധിക്കുവാനായി ദൈവജനത്തെ വിട്ടയക്കുക എന്ന്. മോശ ഇത് ഫറവോനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധിമാനായ ഫറവോൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് എന്തിനാണ് ഈ രാജ്യം വിട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്നത്? ഈ രാജ്യത്ത് തന്നെ ദൈവത്തെ ആരാധിക്കാനുള്ള സൗകര്യം ഞാൻ നൽകാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജ്യത്ത് തന്നെ ദൈവത്തെ ആരാധിക്കാനുള്ള സൗകര്യം നൽകാമല്ലോ. ഇതൊരു തട്ടിപ്പ് ചിന്തയാണ്. കാരണം ഫറവോൻ്റെ കീഴിൽ ഒരാരാധനയേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഭരണത്തിൻ്റെ കീഴിലാണ് ദൈവാരാധനയുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമോ, നമ്മൾ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നമുക്ക് പരിശോധിക്കാം, നമ്മൾ ദൈവമല്ലാത്ത മറ്റെന്തിൻ്റെയെങ്കിലും ഭരണത്തിന് താഴെയാണോ ഇരിക്കുന്നത് എങ്കിൽ അവിടെ ദൈവാരാധനയില്ല. ഈജിപ്തിൽ ഒരു ദൈവാരാധനയില്ല. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേ ദൈവാരാധനയുള്ളൂ. ഫറവോൻ്റെ കീഴിൽ ഒരാരാധനയേ ഇല്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ഭരണകർത്താവിനെ മാറ്റണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമല്ലാത്ത മറ്റെന്തെങ്കിലും നമ്മളെ ഭരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? ഇപ്പം രോഗം, മനുഷ്യന് രോഗം വരാം. പക്ഷേ രോഗം നമ്മളെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗം നമ്മളെ ഭയപ്പെടുത്തുമ്പോഴോ രോഗം നമ്മളെ ഭരിക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷേ അത് നമ്മളെ ഭയപ്പെടുത്തുക, നമ്മുടെ സമാധാനം നശിപ്പിക്കുക, നമ്മുടെ ഉള്ളിൽ ആകുലതയുണ്ടാക്കുക, അസ്വസ്ഥതയുണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സാമ്പത്തിക തകർച്ചയുടെ താഴെയാണ് ഇരിക്കുന്നത്. അത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, അത് ചിലപ്പോൾ ഉലയാം. പക്ഷേ അത് നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോഴോ ഈ അസ്വസ്ഥതയെ ആണ് നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവമല്ലാത്ത മറ്റെന്തൊക്കെയോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഭരണകർത്താവിനെ മാറ്റണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ ഭരണകർത്താവിനെ മാറ്റണം. നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ഭരണകർത്താവ് മാറണം. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നമ്മൾ വരണം.